ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങളായി മറഞ്ഞു കിടക്കുന്ന ഒരു രഹസ്യം ഒടുവിൽ ബാലചന്ദ്ര മേനോൻ എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയുകയാണ്. ആ ഒരു വെളിപ്പെടുത്തൽ കേട്ട നിമിഷം വൈജയന്തിയുടെ ലോകം തന്നെ തകർന്നു വീഴുന്നതാണ് കാണാൻ പോകുന്നത്. ഇതുവരെ ആത്മവിശ്വാസത്തോടെയും അഹങ്കാരത്തോടെയും നിന്ന വൈജ ഒരു നിമിഷം കൊണ്ട് തളർന്നു പോകുന്ന രംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ മുഴുവൻ നിശബ്ദരാകുമ്പോൾ ഈ കുടുംബയോഗം ആരും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ആ ത്രസിപ്പിക്കുന്ന ഓരോ രംഗങ്ങളും നമുക്ക് ഇന്നത്തെ റിവ്യൂവിൽ കേൾക്കാം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിരുന്ന ബാലചന്ദ്ര മേനോനെ ഇനി തികച്ചും വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയിലാണ് കാണാൻ പോകുന്നത്. ആ രാത്രിയിലെ സംഭവങ്ങൾ അദ്ദേഹത്തെ ശാരീരികമായി മാത്രമല്ല മാനസികമായും പൂർണ്ണമായും തളർത്തിയെന്നാണ് ആദ്യ രംഗം തന്നെ വ്യക്തമാക്കുന്നത്. അന്ന് പതിവിലും വൈകിയാണ് ബാലചന്ദ്ര മേനോൻ ഉറക്കമുണരുന്നത്. സമയമേറെ മുന്നോട്ട് പോയിട്ടും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ രാത്രിയിൽ സാധാരണയേക്കാൾ കൂടുതലായി മദ്യപിക്കാൻ തീരുമാനിച്ചതും ഒരു ആഘോഷത്തിന്റെ ഭാഗമായിരുന്നില്ല. മനസ്സിൽ നിറഞ്ഞു നിന്ന നിരാശയിൽ നിന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. ഉണർന്ന ശേഷവും ബാലചന്ദ്ര മേനോൻ കുറച്ചുനേരം കിടക്കയിൽ തന്നെ ഇരിക്കുകയാണ്. മുന്നിലുള്ള ദിവസത്തെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നുണ്ട്. കൊല്ലപ്പള്ളിയിലേക്ക് പോകേണ്ട സമയം അടുത്തു വരുന്നുണ്ടെങ്കിലും അവിടേക്ക് പോകാനുള്ള ആഗ്രഹത്തേക്കാൾ ഉള്ളിൽ ഭയമാണ് കൂടുതൽ ശക്തമാകുന്നത്. ഒരു കാലത്ത് ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരാൾ ഇപ്പോൾ ഓരോ ചുവടും സംശയത്തോടെ വിലയിരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുവെന്ന് ഇവിടെ വ്യക്തമായി കാണാം. ഈ ഒരു ഘട്ടത്തിൽ ബാലചന്ദ്രനെ അലട്ടുന്നത് ഒരു യാത്രയല്ല, ആ യാത്രയുടെ അവസാനത്തിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന അനിശ്ചിതത്വമാണ്. തനിക്ക് അനുകൂലമായ ഒരു തീരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷ പോലും പതിയെ നഷ്ടപ്പെട്ടതുപോലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് തോന്നുന്നത്. കഥ ഇതുവരെ കാണിച്ചിരുന്ന ശക്തനായ ബാലചന്ദ്ര മേനോനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖമാണ് ഈ രംഗങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. കൊല്ലപ്പള്ളിയിലേക്ക് പോകണമോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിൽ തന്നെ ബാലചന്ദ്രൻ കുറച്ചുനേരം നിശബ്ദനായി ഇരിക്കുകയാണ്. ആ നിർണായക സമയത്ത് പോലും ആരും തന്നെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ലെന്ന തോന്നൽ അദ്ദേഹത്തിന്റെ ഏകാന്തതയെ കൂടുതൽ ശക്തമാക്കുന്നു. എല്ലാം അവസാനിച്ചുവെന്ന ചിന്ത മനസ്സിനെ പിടിച്ചു കുലുക്കുമ്പോഴാണ് അലീനയുടെ ഫോൺ കോൾ എത്തുന്നത്. ഫോൺ എടുത്തെങ്കിലും പതിവ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ബാലചന്ദ്ര മേനോനെ അവിടെ കാണാനാകുന്നില്ല. ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നിരാശയും ക്ഷീണവും മാത്രമാണ്. ഇതുവരെ നേടിയ നേട്ടങ്ങൾക്കൊന്നും ഇനി വിലയില്ലെന്ന തോന്നലാണ് അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ താൻ വിലകെട്ടവനായി മാറുകയാണെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ബാലചന്ദ്ര മേനോൻ നേരിടുന്നത് പുറമേയുള്ള പ്രശ്നങ്ങളെക്കാൾ സ്വന്തം മനസ്സിനോടുള്ള പോരാട്ടമാണ്. അലീന അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പറയുന്ന ഓരോ വാക്കിലും പ്രതീക്ഷ പതിയെ അകലുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ വ്യക്തമായി കാണാം. ഒരു കാലത്ത് വിജയത്തിന്റെ പ്രതീകമായി നിന്ന ഒരാൾ ഇന്ന് സ്വന്തം ജീവിതത്തെ തന്നെ പരാജയത്തിന്റെ കണ്ണിലൂടെ നോക്കുകയാണ്. അങ്ങനെ അലീനയുടെ ചോദ്യത്തിന് മറുപടിയായി കൊല്ലപ്പള്ളിയിലേക്ക് പോകാതെ വഴിയില്ലെന്ന് ബാലചന്ദ്ര മേനോൻ സമ്മതിക്കുന്നുണ്ട്. കാരണം അവിടെ ലഭിക്കുന്ന തീരുമാനം എത്ര കഠിനമായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇനി കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. എന്നിരുന്നാലും അതിനുശേഷം തന്റെ ജീവിതത്തിന് എന്ത് അർത്ഥമുണ്ടാകുമെന്ന സംശയം ഇപ്പോഴും അദ്ദേഹത്തെ വിട്ടുമാറുന്നില്ല. അതുകൊണ്ട് തന്നെ അലീന വീണ്ടും അദ്ദേഹത്തെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. കൊല്ലപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ അത് സ്വന്തം മനസാക്ഷിയെ മറികടന്നുകൊണ്ടാകരുതെന്ന് ബാലചന്ദ്ര മേനോൻ തുറന്നു പറയുകയാണ്. മനസ്സ് പറയുന്നത് കേൾക്കാതെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറല്ല. എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ബാലചന്ദ്രൻ ആകെ കൺഫ്യൂഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തായാലും അപ്പോഴാണ് അലീന കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് ഇനിയും എന്തോ പറയാനുണ്ടെന്ന് ബാലചന്ദ്രന് മനസ്സിലാകുന്നു. ഒടുവിൽ അലീന ഒരു കാര്യം മാത്രം ആവശ്യപ്പെടുന്നു. തന്റെ അമ്മയുടെ മുന്നിൽ പഴയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ആലോചിക്കണമെന്നാണ് അവൾ പറയുന്നത്. കാരണം ആ സത്യങ്ങൾ കേട്ടാൽ വൈജയ്ക്ക് താങ്ങാൻ പറ്റുമോ എന്ന ഭയമാണ് അലീനയ്ക്കുള്ളത്. പക്ഷെ ഈ സമയത്ത് ബാലചന്ദ്രന്റെ മനസ്സ് മാറിയിട്ടില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാൽ പോലും തന്റെ തീരുമാനം മാറ്റില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം. എല്ലാം നഷ്ടമായെന്ന് തോന്നുന്ന ഒരാളുടെ സംസാരമായതുകൊണ്ടാണ് ആ വാക്കുകൾക്ക് ഇത്രയും ഭാരം തോന്നുന്നത്. അലീന വീണ്ടും സംസാരിച്ച് ബാലചന്ദ്രനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇനി ഒരു തീരുമാനമെടുത്ത മനസ്സിലാണ്. ഇനി ആരും തന്നെ പിന്തിരിപ്പിക്കില്ലെന്ന് ഉറച്ച നിലപാടാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും കാണാൻ കഴിയുന്നത്. പുതിയ നിബന്ധനകളോ അഭ്യർത്ഥനകളോ കേൾക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. എല്ലാവരും ഒരു വശത്താണെന്നും താൻ മാത്രം ഒറ്റയ്ക്കാണെന്ന തോന്നൽ അദ്ദേഹത്തെ കൂടുതൽ കടുപ്പത്തിലേക്ക് നയിക്കുന്നത് പോലെയാണ് ഈ രംഗം അവതരിപ്പിക്കുന്നത്. അതോടെ സംഭാഷണം അവസാനിപ്പിച്ച് ഫോൺ ഓഫ് ചെയ്യുകയാണ് ബാലചന്ദ്രൻ. അടുത്തതായി എന്ത് ചെയ്യണമെന്ന തീരുമാനം അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നൊരു ഫീൽ ഈ സീൻ നൽകുന്നുണ്ട്. അതിനുശേഷം വൈജയന്തിയും മക്കളും കൈതക്കൽ മാളികയിൽ എത്തുന്നതോടെ വീട്ടിൽ ആളുകൾ നിറഞ്ഞു തുടങ്ങുന്നു. ഹാളിലും മുറിയിലും വരാന്തയിലും എല്ലാം ബന്ധുക്കൾ സംസാരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഒരേ സംശയമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടാൻ എന്താണ് കാരണം എന്ന്.
ഇതേ ചോദ്യം പലരും ഗംഗാധര മേനോനോടും ശിവശങ്കര മേനോനോടും ചോദിക്കുന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഒന്നും തുറന്നു പറയുന്നില്ല. കുറച്ചു സമയം കൂടെ കാത്തിരിക്കൂ എന്ന മറുപടിയോടെ അവർ വിഷയം മാറ്റുകയാണ്. അതോടെ അവിടെയുള്ളവരുടെ ആകാംക്ഷയും ടെൻഷനും വീണ്ടും ഉയരുന്നു. ഇതിനിടയിൽ സൗദാമിനിയമ്മയ്ക്കാകട്ടെ കുടുംബത്തെ മുഴുവൻ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷമാണുള്ളത്. മറുവശത്ത് വൈജയന്തി എല്ലാവരോടും സാധാരണ പോലെ സംസാരിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന ഭാവത്തിൽ പെരുമാറുന്നു. എന്നാൽ പുറത്ത് എല്ലാവരും ശാന്തരായി നിൽക്കുമ്പോഴും അകത്ത് വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്ന നിശബ്ദ സൂചന ഈ രംഗം പതിയെ ഒരുക്കുന്നുണ്ട്. ഏതായാലും 10 മണി കഴിഞ്ഞതോടെ ബാലചന്ദ്രന്റെ കാർ കൈതക്കൽ മാളികയിലെത്തുന്നു. അദ്ദേഹം അകത്തേക്ക് കയറുന്നതോടെ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറുന്നതായി തോന്നുന്നു. മണിശങ്കർ അദ്ദേഹത്തെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ വൈജയുടെ മുഖത്ത് ഒരു നിമിഷം തെളിയുന്ന അസ്വസ്ഥത വരാനിരിക്കുന്ന സംഭവങ്ങളുടെ സൂചന പോലെയാണ്. അതിനിടെ മണിശങ്കർ പുറത്തു പോയി ഒരു ഫോൺ വിളി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നു. വിളിച്ചത് അലീനയാണെന്ന് അറിയിച്ചതോടെ ബബിതയുടെ ടെൻഷൻ വീണ്ടും കൂടുകയാണ്. അവളുടെ ചെറിയ ചെറിയ ശരീരഭാഷ പോലും ഉള്ളിലെ ഭയം മറയ്ക്കാൻ കഴിയുന്നില്ല. രോഹിത് ആകട്ടെ ഇടയ്ക്കിടെ ഹാളിലേക്ക് പോയി തിരിച്ചു വരുന്നുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാം സാധാരണ ഒരുക്കങ്ങൾ മാത്രമാണെങ്കിലും ഓരോരുത്തരും മനസ്സിൽ ഓരോ ചോദ്യങ്ങളുമായാണ് അവിടെ നിൽക്കുന്നത്. ബബിതയാകട്ടെ വൈജയന്തി ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയിലാണ് മുഴുവൻ ശ്രദ്ധയും. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് എല്ലാവരെയും ഹാളിലേക്ക് വിളിക്കുന്നു. ഇനി പറയപ്പെടുന്ന ഓരോ വാക്കും ഈ കുടുംബത്തിന്റെ ദിശ മാറ്റാൻ സാധ്യതയുള്ളതാണെന്ന പ്രതീക്ഷ അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ആളുകൾക്ക് ഇരിക്കാൻ പോലും സ്ഥലം തികയാത്ത അവസ്ഥയാണ്. വൈജയന്തിക്കായി മാത്രം ഒരു ഇരിപ്പിടം പ്രത്യേകമായും ഒഴിച്ചിട്ടിരിക്കുന്നു. ബബിത അവളുടെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ മണിശങ്കറും രോഹിത്തും ഹരിശങ്കറും ഓരോരുത്തരും നിശബ്ദരായി എല്ലാം നിരീക്ഷിക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ടെങ്കിലും ആരും റിലാക്സ്ഡ് അല്ല. ഓരോരുത്തരുടെയും ശ്രദ്ധ ബാലചന്ദ്ര മേനോനിലേക്കാണ്. ഈ അദ്ദേഹം എന്തു പറയുമെന്ന ആകാംക്ഷയാണ് ഈ ഒരു സീനിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. ശിവശങ്കര മേനോനോട് സൗദാമിനിയമ്മയും ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ബാലചന്ദ്രൻ ആവശ്യപ്പെടുന്നു. അതോടെ മണിശങ്കറും രോഹിത്തും ചേർന്ന് സൗദാമിനിയമ്മയെ പതുക്കെ അകത്തേക്ക് എത്തിക്കുന്നു. ഇതിനിടെ രഞ്ജിനി ഒരു കസേര കൊണ്ടുവന്ന് അവരെ ഇരുത്തുകയും ചെയ്യുന്നു. ഈ ചെറിയ ഒരുക്കങ്ങൾ പോലും ഇനി നടക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവം പതിയെ വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിന്നാലെ വൈജയന്തിയെയും ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വാതിലടക്കേണ്ട സാഹചര്യം വന്നതോടെ അകത്തേക്ക് മാറാതെ വഴിയില്ല. ഒടുവിൽ ബബിതയുടെ അടുത്ത് തന്നെയാണ് വൈജ നിൽക്കുന്നത്. ഇരിക്കാൻ പോലും മടിക്കുന്ന ആ പ്രതികരണം കണ്ടാൽ തന്നെ വൈജയുടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാകും. പുറത്തത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സത്ര ശാന്തമല്ല. ഇതിനിടെ ഈ കുടുംബയോഗത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വൈജയന്തി സ്വയം രീതിയിൽ കണക്ക് കൂട്ടുന്നുണ്ട്. വിവാഹമോചന കേസിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ സംസാരമെന്ന് വൈജ കരുതുന്നുണ്ടാകാം. പക്ഷെ അതിനുവേണ്ടി ഇത്രയും ബന്ധുക്കളെ ഒരുമിച്ച് വിളിച്ചത് എന്തിനാണെന്ന സംശയം അവളെ വിട്ടുമാറുന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാതെ തന്നെ വൈജയന്തി അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിപ്പിലാണ്. അതേസമയം വൈജയന്തി കൈകെട്ടി ഒരു വശത്ത് തന്നെ നിൽക്കുകയാണ്. അവൾക്കായി മാറ്റിവെച്ചിരുന്ന കസേര പോലും ഒഴിഞ്ഞു കിടക്കുന്നു. ആ ചെറിയ ഡീറ്റെയിൽ പോലും അവളുടെ മനസ്സിലെ പിടിവാശിയും ആത്മവിശ്വാസവും കാണിച്ചു തരുന്നുണ്ട്. ഇതിനിടെ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ശ്രീകുമാർ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചോദ്യം തുറന്നു പറയുകയാണ്. ഇത്രയും പേരെ എന്തിനാണ് വിളിച്ചു കൂട്ടിയതെന്ന് ബാലചന്ദ്രനോട് ചോദിച്ചപ്പോൾ ബാലചന്ദ്ര മേനോന്റെ ആവശ്യപ്രകാരമാണ് ഈ കുടുംബയോഗമെന്ന് ശിവശങ്കര മേനോൻ വ്യക്തമാക്കുന്നു. ആ മറുപടിയോടെ ഹാളിലെ മുഴുവൻ ശ്രദ്ധയും ബാലചന്ദ്രനിലേക്ക് മാറുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങുന്നു. വർഷങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഇനി മറച്ചു വയ്ക്കില്ലെന്ന തീരുമാനത്തിലാണ് അദ്ദേഹം. ആദ്യ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇനി സാധാരണ ഒരു കുടുംബ സംസാരമല്ല നടക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. മണിശങ്കറും രോഹിത്തും ബബിതയും ബാലചന്ദ്രന്റെ ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുകയാണ്. മറുവശത്ത് വൈജയന്തി ഈ യോഗത്തിന്റെ ഉദ്ദേശം ഏകദേശം മനസ്സിലാക്കിയിരുന്നു. കുടുംബാംഗങ്ങളുടെ മുന്നിൽ സ്വന്തം ഭാഗം തെളിയിക്കാനാണ് ബാലചന്ദ്രൻ ശ്രമിക്കുന്നതെന്ന ധാരണയിലാണ് വൈജയന്തി. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്നത് മനസ്സിൽ തയ്യാറാക്കിക്കൊണ്ടാണ് വൈജയന്തി നിൽക്കുന്നത്. സംസാരം തുടങ്ങിക്കൊണ്ട് ബാലചന്ദ്ര മേനോൻ വിവാഹമോചന കേസിനെ കുറിച്ച് എല്ലാവരോടും പറയുകയാണ്. എന്നാൽ അത് കേട്ടതും വൈജയന്തി ഇടപെട്ട് താൻ ആ തീരുമാനമെടുത്തതിന്റെ കാരണവും എല്ലാവരും അറിയണമെന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ അവളെ ഉടൻ തടയുന്നു. ആദ്യം തന്റെ ഭാഗം കേൾക്കണമെന്നും അതിനുശേഷം വേണ്ടത്ര സമയം സംസാരിക്കാമെന്നും അദ്ദേഹം പറയുകയാണ്. ഇരുവരുടെയും സംഭാഷണം കേട്ടാൽ തന്നെ ഈ ബന്ധം എത്ര ദൂരത്തേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ രണ്ടുപേരും സ്വന്തം ഭാഗം പറയാനാണ് കൂടുതൽ തയ്യാറുള്ളത്. അതിനുശേഷം ബാലചന്ദ്ര മേനോൻ വർഷങ്ങൾ പിന്നിലേക്ക് പോവുകയാണ്. വിവാഹാലോചന ആദ്യം കൊണ്ടുവന്നത് താനാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും ആ തീരുമാനം ഒരാളുടെ മാത്രം ഇഷ്ടപ്രകാരമുള്ളതായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. ചെറുപ്പം മുതൽ വൈജയന്തിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് വീട്ടിലുള്ളവർക്ക് അറിയാവുന്ന കാര്യമായതിനാൽ അത് വീണ്ടും വിശദീകരിക്കുന്നില്ലെന്നും ബാലചന്ദ്രൻ പറയുന്നു. എന്നാൽ ഇവിടെ നിന്നാണ് സംഭാഷണം മറ്റൊരു ദിശയിലേക്ക് മാറി തുടങ്ങുന്നത്. വിവാഹത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ
വൈജയന്തി ഈ ബന്ധം തന്റെ ഇഷ്ടപ്രകാരമുള്ളതല്ലെന്ന് പറഞ്ഞ കാര്യം ബാലചന്ദ്രൻ മേനോൻ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ വെച്ച്. ഒരിക്കൽ മാത്രമല്ല, പലതവണ അത് ആവർത്തിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതുകൊണ്ട് തന്നെ അത് വെറും ദേഷ്യമല്ല, അവളുടെ യഥാർത്ഥ മനസ്സാണ് ആ വാക്കുകളിൽ ഉണ്ടായിരുന്നതെന്ന് ബാലചന്ദ്രൻ വിശ്വസിച്ചിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ശ്രീധരമേനോൻ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു. അന്ന് കുറച്ചുകൂടെ ശക്തമായി പ്രതികരിക്കാമായിരുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. എന്നാൽ ബാലചന്ദ്രമേനോന്റെ മറുപടി വ്യത്യസ്തമാണ്. നിർബന്ധം കൊണ്ടോ വഴക്കുകൊണ്ടോ ഒരു ബന്ധം ശരിയാകില്ലെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഒരാളുടെ മനസ്സ് ബലമായി മാറ്റാനാകില്ലെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേൾക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ബാലചന്ദ്രൻ തുറന്നു പറയുന്നു. വൈജയന്തി ഈ ബന്ധത്തെ ഒരിക്കലും പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ലെന്ന തോന്നൽ വർഷങ്ങളായി തന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ആ അകലം ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതായില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ശേഷം സ്വന്തം കുടുംബത്തിന്റെ പഴയ സാഹചര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഈ തറവാടുമായി ഉണ്ടായിരുന്ന ബന്ധം മനസ്സിൽ വെച്ചാണ് പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോയതെന്ന് ബാലചന്ദ്രൻ മേനോൻ അവിടെ വച്ച് തുറന്നു പറയുന്നു. വീട്ടിൽ സമാധാനം നിലനിർത്താനായിരുന്നു തന്റെ ശ്രമമെന്ന സൂചനയാണ് ഈ ഭാഗത്ത് ലഭിക്കുന്നത്. അത് കേട്ട് ശ്രീധരമേനോൻ വീണ്ടും ഇടപെടുന്നു. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിക്കുകയും 3 മക്കളെ വളർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ പരസ്പരം കുറ്റം പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ അതിന് മറുപടിയായി ബാലചന്ദ്രമേനോൻ പറയുന്നത് വൈജയന്തിയെ മാറ്റാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നാണ്. പക്ഷെ പിന്നീട് തന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾക്ക് പിന്നിൽ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആ വാക്കുകൾ കേട്ടതോടെ വൈജയന്തി ഉടനെ തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുകയാണ്. ഇതോടെ ആ സംഭാഷണം വീണ്ടും മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. കുടുംബാംഗങ്ങളെ വിളിച്ചു കൂട്ടിയത് തന്നെ കുറ്റക്കാരിയാക്കാനാണെങ്കിൽ അത് അംഗീകരിക്കില്ലെന്ന് തന്നെ വൈജയന്തി പറയുകയാണ്. ബാലചന്ദ്രന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് തന്റെ കാരണമല്ലെന്നും അതിന് പിന്നിലെ കാരണം ഈ വീട്ടിലുള്ളവർക്ക് അറിയാമെന്നുമാണ് വൈജയുടെ വാദം. ഗോപിനാഥ മേനോൻ കൂടുതൽ ചോദിച്ചതോടെ കഴിഞ്ഞ വർഷം വീട്ടിലേക്ക് അമ്മയെ നോക്കാൻ വന്ന യുവതിയെക്കുറിച്ചാണ് വൈജയന്തി സംസാരിക്കുന്നത്. ആ പെൺകുട്ടി വന്ന ശേഷമാണ് ബാലചന്ദ്രന്റെ പെരുമാറ്റത്തിൽ മാറ്റം കണ്ടതെന്നും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവളെ ആശ്രയിച്ചിരുന്നുവെന്നും അവൾ ആരോപിക്കുന്നു. മാസങ്ങളോളം ഇതെല്ലാം സഹിച്ചുവെന്നും സ്വന്തം മക്കൾക്ക് പോലും ലഭിക്കാത്ത പരിഗണന ആ പെൺകുട്ടിക്ക് ലഭിച്ചുവെന്നുമാണ് വൈജയന്തി പറയുന്നത്. സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതും ഭക്ഷണവും വസ്ത്രങ്ങളും വാങ്ങിക്കൊടുക്കുന്നതുമെല്ലാം അവൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാക്കുകളോടെ ആ കുടുംബയോഗത്തിന്റെ അന്തരീക്ഷം ആകെ മാറുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സാധാരണ കുടുംബ പ്രശ്നങ്ങളെക്കാൾ വലിയൊരു വഴിത്തിരിവിലേക്ക് പോകുമെന്ന സൂചന ഈ രംഗം നൽകുകയാണ്. വൈജയന്തിയുടെ ആരോപണങ്ങൾ കേട്ടപ്പോൾ ഭാനുമതിയമ്മയ്ക്ക് പോലും സംശയം തോന്നുകയാണ്. ശരിക്കും ഇങ്ങനെയൊക്കെയാണോ നടന്നതെന്ന് അവർ നേരിട്ട് ചോദിക്കുന്നു. അതിന് മറുപടിയായി സംശയമുണ്ടെങ്കിൽ ബാലചന്ദ്രനോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന ആത്മവിശ്വാസത്തിലാണ് വൈജയന്തി പ്രതികരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ബാലചന്ദ്രനിലേക്ക് തിരിയുമ്പോൾ വൈജയന്തി പറഞ്ഞ കാര്യങ്ങളിൽ ഭൂരിഭാഗവും ശരിയാണെന്ന് തന്നെ അദ്ദേഹം സമ്മതിക്കുകയാണ്. എന്നാൽ അതിന് പിന്നാലെ വൈജയന്തി വീണ്ടും തന്റെ നിലപാട് വിശദീകരിക്കുന്നു. വീട്ടിൽ തനിക്കറിയാത്ത ചില അകൽച്ചകൾ രൂപപ്പെട്ടുവെന്നും അതോടെ ആ വീട്ടിൽ ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന തീരുമാനത്തിലേക്കാണ് താൻ എത്തിയതെന്നും അവൾ തുറന്നു പറയുന്നു. സ്വന്തം തീരുമാനത്തെ ന്യായീകരിക്കാനുള്ള അവസാന ശ്രമമായിട്ടാണ് വൈജയന്തിയുടെ ഈ വാക്കുകളെ വിലയിരുത്താൻ കഴിയുന്നത്. തുടർന്ന് ഗോപിനാഥ മേനോൻ സത്യം എന്താണെന്ന് നേരിട്ട് ചോദിച്ചപ്പോൾ വൈജയന്തി പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ശരിയാണെന്ന് ബാലചന്ദ്രൻ വീണ്ടും സമ്മതിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം അദ്ദേഹം വ്യക്തമായി തിരുത്തുന്നു. ആളുകൾ തെറ്റായി മനസ്സിലാക്കുന്ന തരത്തിൽ സംഭവം അവതരിപ്പിക്കരുതെന്നും യാഥാർത്ഥ്യം അത്രത്തോളം പോയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അതുകൊണ്ട് വൈജയന്തി പിന്നോട്ട് പോകുന്നില്ല. ഒരു കുടുംബനാഥന് വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളോട് ഇത്തരം ഒരു അടുപ്പം ഒരിക്കലും ശരിയല്ലെന്നാണ് അവളുടെ വാദം. അതിന് ബാലചന്ദ്രൻ ശാന്തമായി അത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായ തീരുമാനമാണെന്ന് സമ്മതിക്കുകയാണ്. ഒളിച്ചോടാനോ ന്യായീകരിക്കാനോ ശ്രമിക്കാതെ തെറ്റേറ്റു പറയുകയാണ് ബാലചന്ദ്രൻ ചെയ്യുന്നത്. അതേസമയം ഹാളിലുണ്ടായിരുന്ന മുതിർന്നവർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഇനി ബാലചന്ദ്രൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ കുടുംബത്തിന്റെ അടിത്തറ തന്നെ കുലുക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലേക്കാണ് മാറുന്നത്. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ഇത്രയും വർഷമായി ആരും അറിയാത്ത ഒരു സത്യം ഇന്ന് പുറത്തു വരേണ്ട സമയമായെന്ന് അദ്ദേഹം തീരുമാനിച്ചതുപോലെയാണ് ആ സംസാരം മുന്നോട്ടു പോകുന്നത്. വിവാഹത്തിന് മുൻപ് വൈജയന്തിയുടെ ജീവിതത്തിൽ മറ്റൊരു അധ്യായം ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആ വാക്കുകൾ കേട്ടതോടെ ഹാളിലാകെ നിശബ്ദത പടരുകയാണ്. ആദ്യം ശക്തമായി എതിർത്തവരും പിന്നീട് മിണ്ടാതെയാകുന്നു. തന്റെ വാദം തെളിയിക്കാൻ ചില ബന്ധുക്കളുടെ പേരുകളും പഴയ സംഭവങ്ങളും ബാലചന്ദ്രൻ എടുത്തു പറയുന്നു. വൈജയുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാവുന്നവർ ഇന്നും ജീവനോടെ ഉണ്ടെന്നും സംശയമുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കാമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വൈജയന്തിയുടെ പഴയ ബന്ധത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേരും ബാലചന്ദ്രൻ അവിടെ വെച്ച് തുറന്നു പറയുകയാണ്. അങ്ങനെ ഈ കുടുംബയോഗം
മുഖം സാധാരണ സംസാരത്തിൽ ഒതുങ്ങില്ലെന്നത് എല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. വർഷങ്ങളായി മറച്ചുവെച്ചിരുന്ന ചില സത്യങ്ങൾ പുറത്തു വരാനിരിക്കുകയാണെന്ന സൂചനയാണ് ബാലചന്ദ്രമേനോന്റെ ഓരോ വാക്കും നൽകുന്നത്. ഹാളിലുണ്ടായിരുന്നവർ എല്ലാവരും നിശബ്ദമായി അദ്ദേഹത്തിന്റെ അടുത്ത വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുകയാണ്. ഇനി പറയുന്ന കാര്യങ്ങളാണ് ഈ കുടുംബത്തിന്റെ കഥ തന്നെ മറ്റൊരു വഴിയിലേക്ക് തിരിക്കാൻ പോകുന്നത് എന്ന പ്രതീതിയാണ് ഈ രംഗം നൽകുന്നത്. ബബിതയാണെങ്കിൽ അമ്മയുടെ മുഖത്തേക്ക് നിസ്സഹായമായി നോക്കി നിൽക്കുമ്പോൾ രോഹിത്തിന്റെ ശ്രദ്ധ മുഴുവൻ അച്ഛനിലായിരുന്നു. മണിശങ്കർ ആകട്ടെ ആരുടെയും കണ്ണിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. ആ ഹാളിൽ സംസാരിച്ചത് ഒരാൾ മാത്രമായിരുന്നുവെങ്കിലും മറുപടി പറയാതെ നിൽക്കുന്ന ഓരോ മുഖവും വേറൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ മേനോൻ ശബ്ദം ഉറപ്പിച്ചു തുടർന്നു. വർഷങ്ങളോളം മറച്ചുവെച്ച സത്യങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും പറയാതെ ആ യാഥാർത്ഥ്യം ഒളിപ്പിച്ചാണ് തന്നെ ഈ വിവാഹത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതേ വ്യക്തിയാണ് ഇന്ന് തന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് വിവാഹമോചനത്തിന് വരെ എത്തിയതെന്ന കാര്യം അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെയാണ് ബാലചന്ദ്രൻ മേനോൻ ഇതുവരെ പറഞ്ഞതിലേറെ ശക്തമായി തന്റെ ഭാഗം തുറന്നു പറയുന്നത്. തന്റെ ഭാര്യയിൽ നിന്ന് യഥാർത്ഥ സ്നേഹമോ ബഹുമാനമോ തനിക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവർ ചെയ്ത തെറ്റുകളുടെ ഭാരം പോലും ഒടുവിൽ താനാണ് ചുമന്നതെന്നും ജീവിതമൊട്ടാകെ കുറ്റക്കാരനെ പോലെയാണ് ജീവിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ഈ വാക്കുകളിൽ വർഷങ്ങളായി ഉള്ളിൽ അടിഞ്ഞുകൂടിയ വേദനയും നിരാശയും വ്യക്തമായി കാണാം. അതിനുശേഷം ബാലചന്ദ്രൻ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. പഴയ സംഭവങ്ങൾ ഇന്ന് വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ എന്ന് പലർക്കും തോന്നിയേക്കാമെന്നും പക്ഷെ ആ സംഭവത്തെക്കാൾ വേദനിപ്പിച്ചത് അതിനുശേഷമുള്ള ജീവിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഭാര്യയിൽ നിന്ന് അല്പം സ്നേഹമോ നന്ദിയോ ബഹുമാനമോ ലഭിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തു പറയേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ അതിനു പകരം തനിക്ക് ലഭിച്ചത് അവഗണനയും പരിഹാസവും നിരന്തരമായ അകലം പാലിക്കലുമായിരുന്നു എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം കുറച്ചുനേരം നിശബ്ദനാകുന്നു. വർഷങ്ങളായി മനസ്സിൽ ഒതുക്കി വെച്ച സത്യങ്ങൾ ഒരിക്കലെങ്കിലും എല്ലാവരുടെയും മുന്നിൽ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും ഇന്ന് അതിനുള്ള അവസരം കിട്ടിയെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുകയാണ്. ആ വാക്കുകൾ കേട്ടതോടെ ഹാളിലാകെ വീണ്ടും നിശബ്ദത പടരുകയാണ്. ഒരു വർഷത്തിലേറെയായി മനസ്സിൽ അടച്ചു വെച്ചിരുന്ന സത്യങ്ങൾ ഇന്ന് പുറത്തു വന്നതോടെ കോടതി മുറിയിൽ പറയേണ്ടിയിരുന്ന കാര്യങ്ങൾ കുടുംബാംഗങ്ങളുടെ മുന്നിലാണ് തുറന്നു പറയേണ്ടി വന്നതെന്ന് ബാലചന്ദ്രൻ വ്യക്തമാക്കുന്നു. അലീനയുടെ അഭ്യർത്ഥന മാനിച്ചതിനാലാണ് ഈ വിഷയത്തെ കോടതി വരെ കൊണ്ടുപോകാതെ ഇവിടെ അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുവരെ കോപം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞിരുന്നത്. എന്നാൽ ഈ നിമിഷം ആ കോപത്തിന് പകരം ഒരവസാന തീരുമാനമെടുത്ത മനുഷ്യന്റെ ശാന്തതയാണ് കൂടുതൽ പ്രകടമാകുന്നത്. ബാലചന്ദ്രൻ ഒരു നിമിഷം വൈജയന്തിയെ നോക്കി നിന്നു. ആ മുഖത്ത് മറുപടിയില്ല, എതിർപ്പില്ല. എല്ലാ വാക്കുകളും അവസാനിച്ച് ഒരാളുടെ നിശബ്ദത മാത്രമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഹാളിലാകെ അസാധാരണമായൊരു മൗനം പടർന്നു. ബബിത അച്ഛൻ പുറത്തേക്ക് പോവുകയാണെന്ന് കരുതിയപ്പോൾ അമ്മയുടെ കൈ വിറയുന്നത് അവൾ തിരിച്ചറിഞ്ഞു. കുടുംബയോഗം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം വൈജയുടെ മുഖത്തിപ്പോൾ പൂർണ്ണമായി മാഞ്ഞു പോയിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷം ബാലചന്ദ്രൻ മേനോൻ വീണ്ടും തിരിഞ്ഞു വന്നു. ഒടുവിൽ ഒരേ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം വർഷങ്ങളായി മറച്ചുവെച്ച ഏറ്റവും വലിയ ആ രഹസ്യം തുറന്നു വിടുകയാണ്. നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുവെന്നായിരുന്നു വൈജയന്തിയെ ഇത്രയും വർഷം വിശ്വസിപ്പിച്ചത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്നും ആ പെൺകുഞ്ഞ് ഇന്നും ജീവനോടെ ഉണ്ടെന്നും ബാലചന്ദ്രൻ വെളിപ്പെടുത്തുകയാണ്. ഈ ഒറ്റ വാക്ക് കേൾക്കുന്നതോടെ ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളുടെയും അർത്ഥം തന്നെ മാറുന്ന അവസ്ഥയാണ് കഥയിൽ രൂപപ്പെടുന്നത്. വൈജയന്തിക്ക് അത് വിശ്വസിക്കാനാകാത്ത ഒരു സത്യമായി മാറുമ്പോൾ ഹാളിലുണ്ടായിരുന്ന മറ്റുള്ളവരും അതേ ഞെട്ടലിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഒന്നും പറയാതെ ബാലചന്ദ്രൻ മേനോൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. ചിലപ്പോൾ ഏറ്റവും വലിയ മറുപടി കൂടുതൽ സംസാരിക്കുന്നതിലല്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നിശബ്ദമായി മടങ്ങിപ്പോകുന്നതിലാണെന്ന് ഈ രംഗം തോന്നിപ്പിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നത് ഒരു കുടുംബയോഗമല്ല, ഇനി കഥയുടെ ദിശ പൂർണ്ണമായി മാറ്റാൻ പോകുന്ന പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്.